വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് അല്ലേ. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം, അപ്പോഴാണ് നമ്മൾ ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കത്തുള്ളൂ. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ് ഉണ്ട് വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ. അത് നമ്മുടെ ജീവന് വരെ ഇല്ലാണ്ടാക്കുന്ന രീതിക്ക് നമ്മൾ വെള്ളം കുടിക്കുന്നവരുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ മിസ്റ്റേക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം, എങ്ങനെ തിരുത്താം എന്നുള്ളത് നോക്കാം. തിരുത്തിയാലേ പറ്റത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ നല്ല രീതിക്ക് ബാധിക്കും. അധികമായാൽ അമൃതവും വിഷമൊന്നും കിട്ടില്ല. അതുപോലത്തെ സിറ്റുവേഷൻ വരെ ഈ വെള്ളത്തിൻ്റെ കാര്യത്തിലുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ നോക്കിയും കണ്ടും വെള്ളം യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഒറ്റയടിക്ക് ധാരാളം വെള്ളം കുടിക്കുന്നവരുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും ക്ഷീണമൊക്കെ ആയി പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു കപ്പ് വെള്ളം കുടിക്കുക, മടമടാന്നൊരു ഫുൾ ബോട്ടിലൊക്കെ വെള്ളം കുടിക്കുക എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ അത്രയും ധാരാളം വെള്ളം കുടിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മുടെ വായിൽ സലൈവയുണ്ട് അല്ലേ. ഈ സലൈവ എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷനൊക്കെ അത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത്രയ്ക്കും വെള്ളം നമ്മൾ ഒരുമിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സലൈവ കുറയും, വായിട്ട് സലൈവയുടെ അളവ് കുറയും, ദഹനം പ്രോപ്പറായിട്ട് നടക്കില്ല. അതുപോലെ തന്നെ നമുക്ക് വിസർജിക്കാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് അത്രയും ജലാംശം നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പെട്ടെന്ന് ധാരാളം വെള്ളം കുടിക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളം അധികം കുടിക്കുന്ന ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കുടിക്കാനായിട്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിലേ നമ്മുടെ ഈ സെല്ലുകളിലൊക്കെ സോഡിയമില്ലേ, ഈ സോഡിയത്തിൻ്റെ അളവ് ധാരാളം കുറയും. നമ്മൾ ഒറ്റയടിക്ക് കുറേ വെള്ളം കുടിക്കുമ്പോൾ ഈ സോഡിയത്തിൻ്റെ അളവ് നല്ലോണം കമ്മിയാവും. അങ്ങനെ കമ്മിയായി കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ വെള്ളം കുടിക്കാനായിട്ട്. ഒറ്റയടിക്ക് കുറേ വെള്ളം ഒരിക്കലും നമ്മൾ കുടിക്കാൻ പാടില്ല. വേറെ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ ഫുഡ് കഴിച്ച ഉടനെ നമ്മൾ കുറേ വെള്ളം കുടിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വെള്ളം കുടിക്കരുത് എന്നല്ല പറയുന്നത്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇച്ചിരി വെള്ളം നമുക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ കുടിക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ ഫുഡ് കഴിച്ച ഉടനെ നമ്മുടെ ഈ ഡൈജഷൻ പ്രോസസ്സ് അവിടെ നടക്കുകയാണ് അല്ലേ, ദഹന പ്രക്രിയ തുടങ്ങും. അപ്പോൾ ഈ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ആഗിരണം ചെയ്യുന്ന പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഓവറായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മുടെ ദഹനരസങ്ങളുണ്ടല്ലോ അല്ലേ, ഈ ദഹനരസങ്ങളുടെ കാഠിന്യം കുറയും. അതുപോലെ ഇൻസുലിൻ്റെ അളവ് കൂടും. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ദഹന പ്രക്രിയ പ്രോപ്പറായിട്ട് നടക്കില്ല. നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരും, അജീർണം പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇതെങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കണം വെള്ളം കുടിക്കുന്നതിന്. ഈ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫുഡ് കഴിച്ച ഒരു മണിക്കൂറെങ്കിലും മിനിമം 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഏകദേശം ഡൈജഷൻ പ്രോസസ്സ് അവിടെ അവസാനിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ഈ വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി അത് ഫുഡിന് ശേഷമാണ് കേട്ടോ. ഇനി ഫുഡ് കഴിക്കുന്നതിന് മുന്നേ വെള്ളം കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു മണിക്കൂർ മുന്നെങ്കിലും ഒരു അരമണിക്കൂർ മുൻപെങ്കിലും വെള്ളം കുടിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഫുഡിനോടൊപ്പം ഒരിക്കലും കുടിക്കരുത്, ഫുഡിന് മുൻപാണെന്നുണ്ടെങ്കിലും ശേഷമാണെന്നുണ്ടെങ്കിലും. പിന്നെ ഈ കഴിക്കുന്നതിനോടൊപ്പം തണുത്ത വെള്ളം കുടിക്കുന്ന ഒത്തിരി പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ തണുത്ത വെള്ളത്തിലൂടെ നമുക്ക് ആ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ സുഖം മാത്രമാണ് കിട്ടുന്നത്, പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. അനാവശ്യമായിട്ടാണ് നമ്മൾ ഈ തണുത്ത വെള്ളം കുടിക്കുന്നത്, ആ സുഖത്തിന് വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ ഈ തൊണ്ടയിലൂടെ ഈ തണുപ്പ് പോകുമ്പോൾ നമുക്കൊരു സുഖമാണല്ലോ കിട്ടുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫുഡിനോടൊപ്പം ഈ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിൽ അടിയും. ഈ തണുത്ത വെള്ളത്തിലൂടെ ഈ കൊഴുപ്പുകളൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഖരാവസ്ഥയിലാവുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കൊഴുപ്പുകൾ അടിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കും. അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റിനെ അത് ബാധിക്കും. അത് കൊഴുപ്പുകൾ അടിഞ്ഞുകൊണ്ടല്ല, തണുത്ത വെള്ളം കുടിക്കുന്നതിലൂടെ ഹാർട്ട് ബീറ്റിനെ ബാധിക്കും. അതുപോലെ തന്നെ ഭയങ്കര ഫാറ്റി ആയിട്ട് നമ്മൾ മാറാനായിട്ട് തുടങ്ങും. വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഞരമ്പുകളെ ബാധിക്കും, തൊണ്ടേനെ ബാധിക്കും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ തണുത്ത വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നോർമൽ വാട്ടർ കുടിച്ചാൽ നമുക്കത് ശീലമാകും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു സുഖം കിട്ടാൻ തുടങ്ങും. ഈ തണുത്ത വെള്ളം കുടിച്ച് ശീലിക്കുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് തണുത്ത വെള്ളം കുടിക്കണ്ട. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഉള്ള നമ്മളൊക്കെ ഉള്ള പ്രശ്നമാണ് ഈ ഓട്ടത്തിന് ഇടയ്ക്ക് വെള്ളം കുടിക്കുക, നിൽക്കുമ്പോൾ വെള്ളം കുടിക്കുക, നടക്കുമ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളതൊക്കെ. കാരണം നമുക്കൊരു ബിസി ലൈഫാണ് അല്ലേ, ഇരുന്ന് വെള്ളം കുടിക്കാനൊന്നും നമുക്ക് സമയമില്ല. നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണത്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. കാരണം നമ്മൾ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ബോഡി ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആവുന്നത്. അപ്പോഴാണ് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ എല്ലാ ഏരിയയിലോട്ടും അത് എത്തുന്നത്. പക്ഷെ നമ്മൾ നിന്നും ഓടുമ്പോഴും അല്ലെങ്കിൽ നടക്കുമ്പോഴൊക്കെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിൽ കിഡ്നീനെ അത് നന്നായിട്ട് ബാധിക്കും. അവിടെ ഫിൽട്രേഷൻ കറക്റ്റായിട്ട് നടക്കില്ല. ദഹനത്തിന് അത് ബാധിക്കും. നമ്മുടെ ശരീരത്തിൽ ഈ നീരും കാര്യങ്ങളൊക്കെ വെക്കാൻ തുടങ്ങി. നീരൊക്കെ വെക്കുന്ന വെച്ചാൽ പ്രോപ്പറായിട്ട് എല്ലായിടത്തും വെള്ളം എത്താത്തത് കൊണ്ടാണ്. അപ്പം എപ്പോഴും വെള്ളം കുടിക്കുന്ന സമയത്ത് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് വെള്ളം കുടിക്കാനായിട്ട് നോക്കുക.
പിന്നെ നമ്മൾ ചെയ്യാണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എണീറ്റ ഉടനെ അങ്ങനെ ആരും വെള്ളം കുടിക്കില്ല അല്ലേ. നമ്മൾ ചെയ്യുന്ന എന്താ, നമ്മുടെ മോർണിംഗ് റുട്ടീൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റാണ് വെള്ളം കുടിക്കുന്നത് രാവിലെ എണീറ്റ ഉടനെ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. രാവിലെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട്, മെല്ലെ കേട്ടോ, കുറേ കുടിക്കണം എന്നൊന്നല്ല പറയുന്നത്, എണീറ്റ ഉടനെ റിലാക്സ് ആയിട്ട് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. കാരണം രാവിലെ എണീറ്റാൽ നമ്മുടെ ഉള്ളിൽ, വായുടെ ഉള്ളിൽ സലൈവ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. ഈ സലൈവ എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് കളയേണ്ട ഒരു കാര്യമല്ല, കുറേ ഉള്ളിൽ പോകണം, അപ്പോഴാണ് നമ്മുടെ ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഈ സലൈവൊക്കെ നമ്മുടെ പുറത്തേക്ക് പോകില്ല. അപ്പോൾ ഈ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ അന്നത്തെ കറക്റ്റായിട്ട് നടക്കും. അപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ എല്ലാവരും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ രാത്രി കിടക്കുന്ന സമയത്തും കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് വെള്ളം കുടിക്കുക. അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് കുടിക്കുന്നതിന് പകരം രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ ഇത്തിരി വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. കാരണം ഈ ഹാർട്ട് അറ്റാക്കോ കൂടുതൽ സംഭവിക്കുന്നത് ഈ ഉറക്കത്തിലാണ്. ഇതിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് രാത്രി വെള്ളം കുടിക്കുന്നത് നല്ല രീതിക്ക് സഹായിക്കും, ഹാർട്ട് അറ്റാക്ക് കുറയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് നോക്കൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഇത്തിരി മിസ്റ്റേക്കാണ്. ഈ മിസ്റ്റേക്കിലൂടെ വലിയ അസുഖങ്ങളും മരണം വരെ നമുക്ക് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് തിരുത്തുക. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡെയിലി ഒരു 6 ലിറ്റർ മുതൽ 5 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.